കഴിഞ്ഞ വർഷം നിങ്ങൾ അനുഭവിച്ചിരുന്ന സൗഭാഗ്യമായാലും ദൗർഭാഗ്യമായാലും അത് തന്നെയാണോ ഈ വർഷവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതോ അതിൽ വ്യത്യാസമുണ്ടോ? ഫെങ്ഷുയിൽ പറയുന്നു, നിങ്ങളുടെ വീടിന്റെ ഓരോ ദിക്കിലും വർഷാവർഷം ഓരോ നക്ഷത്രങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. നമ്പറുകളാണ് നക്ഷത്രങ്ങളായിട്ട് ഫെങ്ഷുയിൽ പറയുന്നത്. ഇപ്പോൾ 1 മുതൽ 9 വരെയുള്ള നമ്പറുകൾ ഉണ്ട്. അത് വീടിന്റെ ഓരോ ദിക്കിലും, അതായത് തെക്ക്, വടക്ക്, പടിഞ്ഞാറ്, അതായത് സൗത്ത്, നോർത്ത്, ഈസ്റ്റ്, അങ്ങനെ ഓരോ ഡയറക്ഷൻസിലും വർഷാവർഷം ഓരോ നക്ഷത്രം വരും. അത് കൃത്യമായിട്ട് വരുന്നത് ഏകദേശം ഒരു ഫെബ്രുവരി 4-ാം തീയതിയോട് കൂടിയാണ് ഈ ഒരു സ്റ്റാർ വരുന്നത്. അപ്പൊ നിങ്ങളുടെ നിലവിൽ എൻട്രൻസിൽ ഒരു നക്ഷത്രം നിൽക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി 4-ാം തീയതിയോട് കൂടി പുതിയൊരു നക്ഷത്രം ആ ദിക്കിലേക്ക് കടന്നു വരികയും നിലവിൽ നിൽക്കുന്ന നക്ഷത്രം മറ്റൊരു ദിക്കിലേക്ക് മാറിപ്പോവുകയും ചെയ്യുന്നു എന്നാണ് ഫെങ്ഷുയിൽ പറയുന്നത്. അപ്പോൾ ഈ വരുന്ന നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തെ സാരമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇതൊരു വീടാണ്. ഓരോ മുറികളൊന്നും ഞാൻ ഇതിനകത്ത് മാർക്ക് ചെയ്തിട്ടില്ല. 8 ദിക്ക് ഒരു ബ്രഹ്മസ്ഥാനവുമായിട്ട് 9 കളങ്ങൾ ഞാൻ തിരിച്ചിരിക്കുന്നു. ഇത് ഈ ചാർട്ട് ഇതുപോലെ എടുത്ത് നിങ്ങളുടെ വീടിനകത്ത് സൂപ്പർ ഇമ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ തെക്ക് വശത്ത് നിങ്ങളുടെ വീടിന്റെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ 2026 ഇവിടെ വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 5 ആണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രധാന വാതിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെന്ററിലാകാം, ഈ ഭാഗത്താകാം, ഇവിടെ ആകാം. ഈ ഇത്രയും സ്ഥലത്ത് എവിടെ നിങ്ങളുടെ വാതിൽ വന്നാലും അവിടെ നിങ്ങൾക്ക് നിൽക്കുന്ന സ്റ്റാർ എത്രയാണ്? 5 ആണ്. അപ്പം ഇതിനകത്ത് എവിടെ നിങ്ങളുടെ വാതിൽ വന്നാലും ഈ 2026 സംബന്ധിച്ചിടത്തോളം ഈ ഒരു തെക്ക് വശത്ത് നിൽക്കുന്ന ഒരു എനർജി എന്ന് പറയുന്നത് ടോട്ടൽ ലോസ് ആണ്. അപ്പോൾ നിങ്ങൾ എന്തിൽ തൊട്ടാലും നഷ്ടങ്ങളായിരിക്കും 2026 സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലേക്ക്, എനിക്ക് എന്ത് ഈ വർഷം ഇത്രയും പ്രശ്നം വരുന്ന, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോഴെന്ത് ഈ വർഷം എന്നുള്ളത് പോലും ഒരു വർഷം നമ്മൾ ഓർക്കുന്നുണ്ടായിരിക്കില്ല. ഇപ്പൊ കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ ചിലർ പറയും എനിക്ക് ഇപ്പോൾ കഴിഞ്ഞ 3 മാസമായിട്ട്, അതായത് ഈ വർഷം തുടങ്ങിയതിന് ശേഷം. അപ്പൊ നമ്മുടെ എൻട്രൻസിൽ ഈ സ്റ്റാർ വന്നതാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത്. പലരും ഇത് തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഈ സ്റ്റാർ എന്നെന്നും അവിടെ നിലനിൽക്കോ? ഇല്ല. ഇത് ഈ ഒരു വർഷം മാത്രമേ ആ സ്റ്റാർ ഉള്ളൂ. അടുത്ത വർഷം ആ സ്റ്റാർ മാറി പുതിയ സ്റ്റാർ വരും. അപ്പൊ പ്രശ്നവും സോൾവ് ആവും. ഇനി ഈ സ്റ്റാർ വന്നു, എൻ്റെ വീട് തെക്ക് വശത്ത് അയക്കുകയും ചെയ്തു ഡോറ്, എനിക്ക് വർഷാവർഷം ഡോറ് എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമുക്കറിയാം ഇന്ന ഡേറ്റിൽ ഇന്ന സ്റ്റാർ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, അതിന് നമുക്കൊരു റെമഡി ചെയ്യാം. അപ്പോൾ ഇവിടെ തെക്ക് വശത്ത് ചെയ്യേണ്ട റെമഡി എന്ന് പറയുന്നത് 6 റോഡ് വിൻചിയംസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂളും ഈ തെക്ക് സൈഡിൽ ഉപയോഗിക്കുന്നത് 5 എന്ന് പറയുന്ന ദോഷത്തിന്റെ കാഠിന്യം കുറയ്ക്കാനായിട്ട് നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ഡയറക്ഷനിലോട്ട് പോവാം. വെസ്റ്റിൽ ഇപ്പൊ 2026 വന്നിരിക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 3 ആണ്. അപ്പം ഇവിടെ പ്രധാന വാതിലുള്ളവർക്ക് അല്ലെങ്കിൽ ബെഡ്റൂം ഉള്ളവർക്ക് ഈ വർഷം കലഹത്തിന് സാധ്യത കൂടും. വാതിലാണെങ്കിൽ എന്ത് സംഭവിക്കും? വീട്ടിലുള്ള എല്ലാവർക്കും അതിനുള്ള സാധ്യത ഉണ്ടാവും. ബെഡ്റൂം ആണെങ്കിൽ ഈ ബെഡ്റൂമിലുള്ളവർക്കായിരിക്കും അതിനുള്ള സാധ്യത ഉള്ളത്. ഇവർ ഈ വർഷം ബാധിക്കുന്നത് കലഹമാണ്. എൻട്രൻസിലെ നക്ഷത്രം എന്താണോ അതവരെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ബെഡ്റൂമിലെ നക്ഷത്രം എന്താണോ അതവരെ ബാധിക്കുന്നു. ഇനി നോർത്തിലാണെങ്കിലോ ഈ വർഷം നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവർ പൊതുവേ ഈ വർഷം കുറച്ച് ഈശ്വര ഭക്തി കൂടുതലുള്ള ആൾക്കാരായിരിക്കും, വടക്ക് ദർശനമുള്ളവർക്ക്. പോരെന്നുണ്ടെങ്കിലോ ഈ വർഷം ഇവർക്ക് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. ഇനി ഇവിടെ നമ്മൾ എന്ത് റെമഡി ചെയ്യണമെന്ന് പറഞ്ഞില്ലല്ലോ. 4 സ്ക്വയർ ഫീറ്റിന്റെ ഒരു റെഡ് മാറ്റ് ഇവിടെ ഇട്ട് കൊടുത്താൽ ഈ പ്രശ്നം സോൾവ് ആവും. ഈ നക്ഷത്രം മാറിപ്പോകൂല, ഈ നക്ഷത്രത്തിന്റെ എനർജി കുറയും. 3 എന്ന് പറയുന്നത് കലഹം ഉണ്ടാക്കുന്ന ഒരു നക്ഷത്രമാണ്. ഇവിടെ ഇതിന്റെ എലമെന്റ് എന്ന് പറയുന്ന വുഡ് എലമെന്റ് ആണ്. നമ്മൾ ഇവിടെ കൊടുക്കുന്ന എനർജി എന്ന് പറയുന്നത് ഫയർ എനർജിയാണ്. ഫയർ എനർജി വുഡ് എനർജിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും വുഡ് എനർജി വീക്ക് ആവുകയും പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആവുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ കറക്റ്റ് തിയറി. ഇനി നമുക്ക് നോർത്തിലേക്ക് വന്നു. നോർത്തിൽ നിൽക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് ടെൻഷൻ ഉണ്ടാക്കുന്ന സ്റ്റാർ ആണ്. പക്ഷേ നമ്മൾ ഈശ്വരഭക്തി കൂടുന്ന ഒരു നക്ഷത്രമായിട്ടാണ് 6നെ കണക്കാക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഭക്തി കൂടും, പക്ഷെ ടെൻഷനും അതിനോടൊപ്പം തന്നെ കൂടിയിരിക്കും. ഭക്തി കൂടിയത് കൊണ്ടല്ല ടെൻഷൻ കൂടുന്നത്, ഈ 2 എനർജികൾ ഇതിനുണ്ടെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇവിടെ നമുക്ക് ഒരു 4 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ബ്ലൂ മാറ്റ് ഇവിടെ ഉപയോഗിക്കാം. ഇതിവിടെ എങ്ങനെ വർക്ക് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വന്നിരിക്കുന്ന 6 എന്ന് പറയുന്ന എനർജി മെറ്റൽ എനർജിയാണ്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന എനർജി വാട്ടർ എനർജിയാണ്. ഈ വാട്ടർ എനർജി സ്വാഭാവികമായും വെള്ളം മെറ്റലിനെ തുരുമ്പാക്കും എന്ന് പറയുന്ന ഒരു തിയറി ഇവിടെ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മെറ്റൽ എനർജി ഇവിടെ വീര്യം കുറയും. അതേപോലെ ഈ വർഷം 26 ഈസ്റ്റിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് 8 ആണ്. 8 എന്ന് പറയുന്ന പ്രോസ്പെരിറ്റി ഉള്ള സ്റ്റാർ ആണ്. ഒരുപാട് ഗുണങ്ങൾ തരുന്ന, സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒക്കെ ഒരു നക്ഷത്രമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്ക് റെഡ് കളറിന്റെ മാറ്റ് കൊടുക്കാം.
അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റൽ കൊടുക്കാം, അല്ലെങ്കിൽ എർത്ത് പോട്ട് കൊടുക്കാം. ഇത്തരം കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ എനർജിയെ നമുക്ക് ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ഫെങ്ഷി എന്ന് പറയുമ്പോഴത്തേക്ക് പലരും ഇതൊരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കണക്കാക്കുന്നുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇതിന്റെ പരിഹാരം ചെയ്യാനാണെങ്കിലും ഇതിന്റെ സൗഭാഗ്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ടാണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു മതവുമായിട്ടും ബന്ധമില്ല. ഇപ്പോൾ ഇവിടെ ഒരു റെഡ് മാറ്റ് ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു ബ്ലൂ മാറ്റ് ഇടാം. ചില കളർ സ്കീമുകൾ ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാം. ഈ കളർ സ്കീം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ നിറങ്ങളും ഓരോരോ എലമെന്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ. റെഡ് ആണെങ്കിൽ അതിനെ ഫയർ ആയിട്ടും, ബ്ലൂ ആണെങ്കിൽ അതിനെ വാട്ടർ ആയിട്ടും, അത് എർത്ത് ആണെങ്കിൽ അതിനെ യെല്ലോ ആയിട്ടും ഒക്കെ കണക്കാക്കുന്നുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഇതിനകത്ത് പറഞ്ഞ 1-2 ടൂളുകളെ പറ്റി നമുക്ക് പരിചയപ്പെടുത്താം. ഒന്നെന്ന് പറയുന്നത് 5 എന്ന് പറയുന്ന സ്റ്റാർ വരുന്നിടത്ത് ഇത് 5 എലമെന്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ്. അപ്പം ഇത്തിരി കോസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത്തരത്തിലുള്ള ഒരു ടൂൾ വാങ്ങിക്കുക. ഇതിന്റെ ടോപ്പ് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് തുറന്നതിന് ശേഷം ഈ ദിക്കില്, ഇവിടെ നമ്മൾ എവിടെയാണ് സൗത്തിൽ 5 വന്നിരിക്കുന്നത്, സൗത്തിലാണ്. അപ്പൊ ഈ സൗത്തിന്റെ പുറത്തുനിന്ന് കുറച്ച് മണ്ണെടുക്കുക. മണ്ണെടുത്ത് ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇതിനെ ക്ലോസ് ചെയ്യുക. എർത്ത് എനർജിയെ ലോക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സൗത്തിന്റെ എനർജി വരുന്ന സ്ഥലങ്ങളിൽ ആ ഭാഗത്ത് നമുക്ക് വീട്ടിനുള്ളിലായിട്ട് ഇതിനെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് 6 റോഡ് വിൻഡ് ചെയിംസ് ആണ്. അപ്പൊ ഇതിലത്തെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു വിൻഡ് ചെയിംസ്. ഇപ്പൊ വലിപ്പത്തിലല്ല, ക്വാളിറ്റിയിലും കാര്യമുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഉള്ള ഒരു വിൻഡ് ചെയിംസ് വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് എവിടെ സൂക്ഷിക്കാം? വീടിന്റെ സൗത്ത് സൈഡിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഈ 2 ടൂളുകൾ ഉപയോഗിക്കാം. ഇനി നമുക്ക് ഫെങ്ഷുയിലെ ഒരു ടൂളും കൂടെ പരിചയപ്പെടുത്താം. ഇപ്പൊ സിംബോളിക് ഫെങ്ഷുയുടെ ഭാഗമായിട്ട് ലാഫിൻ ബുദ്ധകൾ പല വീടുകളിലും സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഏതൊരു വീട് എടുത്താലും ഒരു പ്രധാനപ്പെട്ട ഒരു 3 ടൂളുകൾ ഫെങ്ഷുയിലുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ഇല്ലാത്ത ഒരു വീടും ഇന്ന് കാണുമെന്നുള്ള കാര്യം വളരെ സംശയമാണ്. ഒന്ന് ലാഫിൻ ബുദ്ധ. ഇതൊരു ലാഫിൻ ബുദ്ധയാണ്. ഇതിന്റെ വലുതുണ്ട്, ചെറുതുണ്ട്. ഒരു കുഞ്ഞ് ലാഫിൻ ബുദ്ധയെങ്കിലും ഇല്ലാത്ത വീടുകൾ വളരെ കുറവായിരിക്കും. ഒരു ലാഫിൻ ബുദ്ധ ഇല്ലാത്ത വീട്ടിലാണെങ്കിലോ ഒരു വിൻചെയിം കാണും, അതല്ലെങ്കിൽ ഒരു ലക്കി ബാമ്പ് കാണും. ഇതെല്ലാം ഫെങ്ഷുയുമായി ബന്ധപ്പെട്ട ടൂളുകളാണ്. ഇത് വെക്കുന്നത് മൂലം ഇവർക്ക് പല ഗുണങ്ങളും ഇവരുടെ ജീവിതത്തിൽ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ ഈ ടൂളുകൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.